നമസ്കാരം. നിരന്തരം വ്യാജവാർത്ത ചെയ്തു നടന്ന, വർഗീയത തുപ്പി നടന്ന ഒരു മഞ്ഞ യൂട്യൂബറിനെ തൊടുപുഴയിലെ ചില ആളുകൾ കൂട്ടം ചേർന്ന് തല്ലിച്ചതച്ചു. ഇങ്ങനെ മാത്രമേ മറുനാടൻ ഷാജനെതിരെ നടന്ന ആ ഒരു അതിക്രമത്തെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഷാജൻസ്കറിയെ ആഘോഷമാക്കി ഒരു വിഭാഗം ആളുകൾ നടക്കുന്നുണ്ട്. ഷാജൻസ്കറിയയ്ക്കൊപ്പം എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ആളുകളുമുണ്ട്. അത്തരം ആളുകൾ സംഘപരിവാർ ഏജന്റുമാരാണെന്നും അത്തരം ആളുകൾ ഇത്തരം വ്യാജ വാർത്തകളും ഇക്കിളി കഥകളും ഒക്കെ ആഘോഷമാക്കി നടക്കുന്ന ആളുകളാണെന്നും ഒക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഷാജൻസ്കറിയയ്ക്കുണ്ടായ ഈ ദുരനുഭവത്തിൽ എന്തുകൊണ്ട് അയാളെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ, മാധ്യമപ്രവർത്തന രംഗത്തിന് പോലും അയാൾ ഒരു നാണക്കേടാണ് എന്ന നല്ല ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. മാത്രവുമല്ല, ഷാജൻസ്കറി എന്ന് പറയുന്ന ഇയാൾ ഇന്നലകളിലും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തനമല്ല എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘി ഏജന്റിനെ ചുമന്നുകൊണ്ട് കിട്ടുന്ന ഒരു ലൈക്കും സബ്സ്ക്രൈബേഴ്സും എന്തായാലും കേരള ന്യൂസ് 60 ചാനലിന് വേണ്ട. നമ്മുടെ ചാനൽ എന്നും ഈ പറയുന്ന ഇത്തരക്കാർക്കെതിരെ, വർഗീയവാദികൾക്കെതിരെ, അധാർമിക മാധ്യമ പ്രവർത്തകർക്കെതിരെ, ഇത്തരം തെമ്മാടിത്തരം കാണിക്കുന്ന ആളുകൾക്കെതിരെ തന്നെയായിരിക്കും. അതിന് പേരിൽ എന്ത് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നാലും എനിക്കൊരു പുല്ലുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും ഷാജൻസ്കറിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവായിട്ടുള്ള എച്ച് ഹഫീസ് ഇന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം പറയുന്നുണ്ട്. ആ ദുരനുഭവത്തിൽ ഈ പാമ്പിന്റെ വിഷമിറക്കിയ കഥ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഷാജൻസ്കറി എന്ന് പറയുന്ന വ്യക്തി ഒരു വാർത്ത കച്ചവടം ചെയ്യുന്നത്, എങ്ങനെയാണ് അയാൾ ആളുകൾക്കെതിരെ വ്യാജ വാർത്ത ചെയ്യുന്നത്, ശേഷം പണി പാളുമെന്ന് കാണുമ്പോൾ എങ്ങനെയാണ് മുക്കുന്നത് എന്നൊക്കെ എച്ച് ഹഫീസ് തന്നെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നലെ രാത്രി മുതൽ മുഴങ്ങിക്കേക്കാൻ തുടങ്ങിയൊരു കരച്ചിലാണ്. വേറൊന്നുമല്ല, ഷാജൻസ്കറിയായെ തല്ലിയത് CPMകാരാണ്, DYFI പ്രവർത്തകരാണ്, ഭരണത്തെ വിമർശിച്ചവരാണെന്നൊക്കെ അതേ വാർത്ത അവതരണക്കാർ അല്ലെങ്കിൽ ഷാജന്റെ കൂലിക്കാരന്മാർ പറയുന്നത് നമ്മൾ പലരും കേട്ടു. അതേ ശാസ്ത്രത്തിൽ തന്നെ അവർ പറയുന്നു വാട്ടർ അതോറിറ്റിയിലെ കോൺട്രാക്ടറാണ്, പാറ കോറിക്കാരനാണ്, പഴയ KSU നേതാവാണെന്നൊക്കെ. അപ്പൊ രാഷ്ട്രീയമല്ല, ഒരുത്തന്റെ കുടുംബം തകർക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്താൽ ഈ രാജ്യത്ത് നിയമമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. സാധാരണക്കാരൻ എപ്പോഴും നിയമത്തിന്റെ പുറകെ ചെന്നാൽ നീതി കിട്ടില്ല. ഒരു കാര്യവുമില്ലാതെയാണ് RSS പ്രവർത്തകർ സഞ്ജിത്ത് കൊലപ്പെട്ട കേസിൽ പ്രതികളെ ഒളിപ്പിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞ് തന്തയില്ലാത്ത വാർത്ത ഇവൻ ചെയ്തത്. ഒടുവിൽ കേന്ദ്ര ഏജൻസി എന്നെ അന്വേഷിച്ചു, മുഴുവൻ പ്രതികളെയും കണ്ടെത്തി അതിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു RSSകാരൻ ഈ വാക്ക് വിശ്വസിച്ച് കൊലക്കത്തിയുമായി വന്നിരുന്നെങ്കിൽ ഇവൻ പറയുമായിരുന്നു സുഡാപ്പി RSS സംഘടനമെന്ന് പ്രചരിപ്പിക്കുമായിരുന്നു. കേരള കോൺഗ്രസ് നുഴഞ്ഞു കയറിയ സുഡാപ്പിയാണ് ഞാനെന്ന് വരെ ഈ വൃത്തികെട്ടവൻ, നെറികെട്ടവൻ, ഈ നാട് മുഴുവൻ നടന്ന് തല്ലുകൊള്ളുന്നവൻ അവന്റെ സ്വന്തം ചാനലിൽ കൂടി വിളിച്ചു പറഞ്ഞു. ഇപ്പൊ എന്നെ പേടിച്ച് ആ വീഡിയോ അവൻ താത്തിട്ടിട്ടുണ്ട്, എങ്കിലും ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം കയ്യിലിരിപ്പ് കൊണ്ടാണ് അടിമേടിച്ചത്, അല്ലാതെ പാർട്ടിയോ രാഷ്ട്രീയമോ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നൊരു കാര്യമില്ല. ഇതൊക്കെ ഓർക്ക് ഇവര് വേണ്ടി ന്യായീകരിക്കുന്നവന്മാര്, അല്ലെങ്കിൽ അവന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവനെ നക്കാപ്പിച്ച് വാങ്ങിച്ച് നിൽക്കുന്ന എത്ര പേര് ഞാൻ കാണിച്ചു തരണമെന്നറിയോ? ഇവന്റെ കൂട്ടത്തിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോയി വേറെ സ്ഥാപനങ്ങളിൽ മാന്യമായി ജോലി ചെയ്യുന്നവരെ, അവരൊക്കെ അന്തസ്സായി ജോലി ചെയ്യുന്നുണ്ട്. അതായത് നാട്ടുകാരുടെ മലം തിന്ന് ജീവിക്കുന്ന മലനാടൻ കറിയായ പോലെയല്ല. ഇതൊക്കെ ഒരു തുടക്കമാണ്. കാരണം നമ്മളൊക്കെ ഈ പൊതുസമൂഹത്തിൽ നിൽക്കുന്നവർക്ക് നിരക്കിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധവും പരിചയമൊക്കെ ഉണ്ട്. പിന്നെ കൊട്ടേഷൻ കൊടുത്ത് ഞാനാണെന്ന്, ആ ഉത്തരവാദിത്തം വേണമെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം, വേണ്ടെങ്കിലും ഏറ്റെടുക്കാം. പക്ഷെ കേട്ടിടത്തോളം ഇതൊന്നുമല്ല. ഷാജ വടി വെട്ടാൻ പോയതിട്ടേ ഉള്ളൂ. നീ തകർത്ത കുടുംബങ്ങൾ, നീ മൂലം ആത്മഹത്യ ചെയ്തവരുടെ ബന്ധുക്കൾ, നീ വ്യാജ പ്രചരണം നടത്തി നശിപ്പിച്ചവർ, നീ പണം പിടുങ്ങാൻ നോക്കിയവർ, നീ ഇഷ്ടമില്ലാതെ പടർത്തിയ വർഗീയതയുടെ ഇരകൾ, ഇവരൊക്കെ എന്നും കൈയും കെട്ടി നിയമം കൊണ്ടുവന്ന് പിണറായി സർക്കാർ വീട്ടിൽ കൊണ്ട് തരുമെന്നോ അല്ലെങ്കിൽ ഈ നാട്ടിലെ പോലീസുകാർ നീതി കൊണ്ട് കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഏറ്റവും ശക്തമായ രീതിയിൽ ഷാജൻ മുടക്കിയിട്ട് പോലും ഞാൻ എടുപ്പിച്ച FIR ആണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലുള്ളത്. ഇത്
ഡിഫൻസ് അല്ലേ ഉള്ളൂ, ഡിഫർമേഷൻ അല്ലേ ഉള്ളൂ, നമുക്കത് സ്വകാര്യ അന്യായത്തോടെ പൊക്കൂടെ എന്നുള്ള ഒരു ചോദ്യം ഒരു പോലീസ് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ട്. ആ ഡിഫർമേഷൻ ഒന്നുമല്ല. എന്നോട് പണം ചോദിച്ചിട്ടുണ്ട്, സന്ദീപ് വാര്യർ അതിനുവേണ്ടി ഇടനില നിന്നിട്ടുണ്ട്. അതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട്. ആ തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ പോലീസിന് എത്തിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ടെത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി ഷാജിനെ പേടിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ നടപടി നിർത്തിവച്ചിരിക്കുന്നെങ്കിൽ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കണം എന്നുള്ള അപേക്ഷ കൂടി ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ഷാജിനെ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകണമെന്നൊന്നും ഞാൻ പറയില്ല. ഒരൊറ്റ കാര്യമുള്ളൂ, ഈ കാര്യം കോടതിയിലെത്തണം. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയുടെ മുറ്റത്ത് ഷാജിന് കയറാൻ പറ്റത്തില്ല. കാരണം അവിടെ എല്ലാവരും ആദരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു വക്കീലുണ്ട്. അദ്ദേഹം ബാർ കൗൺസിൽ സെക്രട്ടറിയാണ്, വള്ളക്കടവ് മുരളി സാറ്. ആ വള്ളക്കടവ് മുരളീധരൻ എന്ന് പറയുന്ന എല്ലാവരും പ്രായഭേദമന്യ സാർ എന്ന് തന്നെ വിളിച്ച് ബഹുമാനിക്കുന്ന മിടുക്കനായ ക്രിമിനൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് കോടതികളിൽ, അദ്ദേഹത്തിനെതിരെ ഒരു പെണ്ണ് കേസ് പ്രചരിപ്പിച്ചു. ആ കേസിനകത്ത് വക്കീലന്മാർ കോടതി ബഹിഷ്കരിച്ച് പ്രകടനം നടത്തി പോയ ഒരു ദിവസം കണ്ടുപോയി ജാമ്യം എടുത്തിട്ടുണ്ട്. അതിനുശേഷം കോടതി തുടർച്ചയായിട്ട് അവധി കൊടുക്കുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ കാരണം കൊണ്ട് ആ വഞ്ചിയൂർ കോടതിയുടെ കാമ്പസിൽ കയറത്തില്ല. ഈ വള്ളക്കടവ് മുരളീധരൻ സാറിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട എത്ര വക്കീലന്മാരുടെ മുന്നിൽ കൂടെ ഇവൻ നടക്കുന്നുണ്ടെന്നറിയാവോ? ഞാൻ ഇന്നലെ 3 മണിക്കും ഇവനെതിരെ വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരുത്തനാണ്. 6:40 പടി കിട്ടി. 5 പ്രതികളിൽ ഒരാൾ ഞാനാണ് എന്നാണ് അവന്റെ വാദം. ആയിക്കോട്ടെ, ഞാൻ തൊടുപുഴയിലുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനുമായി രാവിലെ ബന്ധപ്പെട്ടിരുന്നു. എഫ്ഐആറിന്റെ കോപ്പി ഞാൻ മേടിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പരസ്യമായി ഈ പ്രൊഫൈലിന്റെ മുകളിൽ തന്നെയുണ്ട്. കണ്ടില്ലേ, ഇതൊരു എച്ച് ഹഫീസിന്റെ മാത്രം ഒരു ദുരനുഭവമാണ്. ഇങ്ങനെ നിരവധി ആളുകളുണ്ട് ഷാജൻ സ്കറിയയുടെ വ്യാജ വാർത്തയ്ക്ക് ഇരയായവർ. അയാൾ അങ്ങനെയാണ്. ഈ നാട്ടിലെ മാന്യന്മാർക്കെതിരെ അല്ലെങ്കിൽ അയാൾക്ക് വഴങ്ങാത്ത ആളുകൾക്കെതിരെയൊക്കെ ഈ യൂട്യൂബ് ചാനൽ വെച്ച്, ഈ യെല്ലോ യൂട്യൂബ് ചാനൽ വെച്ച് നിരന്തരം വ്യാജ വാർത്തകൾ ചെയ്യും. ഒപ്പം പല രീതിയിലുള്ള ഒരു വിഭാഗത്തെ മാത്രം കടന്നാക്രമിച്ചുകൊണ്ട്, ഒരു മതവിഭാഗത്തെ മാത്രം കടന്നാക്രമിച്ചുകൊണ്ട് വേറെ ചില വർഗീയ വാർത്തകളും ചെയ്തു കൂട്ടും. അങ്ങനെ നിരന്തരം ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിച്ചും മാധ്യമപ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള അധാർമിക മാധ്യമപ്രവർത്തനമൊക്കെ നടക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഷാജൻ സ്കറിയയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ ഷാജൻ ഒരു പാഠം പഠിക്കുക എന്നാണ് പറയാനുള്ളത്. ഷാജനെ പോലുള്ള ആളുകൾ മൂലം സത്യത്തിൽ യഥാർത്ഥ മാധ്യമ പ്രവർത്തകർക്ക് വാർത്ത ശേഖരിക്കാൻ പോലും പറ്റാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ ഇത്തരം മാലിന്യങ്ങളെയൊക്കെ ദയവ് ചെയ്ത് ഈ ഓരോ അസോസിയേഷനുകൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ മാധ്യമ അസോസിയേഷനുകൾ, അവർ ചുമക്കാതിരിക്കുക എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഇയാളെ ചുമക്കാൻ വേണ്ടി ഇയാൾ കരൺ ഥാപ്പറോ അങ്ങനെയുള്ള നമുക്ക് എടുത്തു പറയാൻ പറ്റിയ മാധ്യമ പ്രവർത്തകനൊന്നും അല്ലല്ലോ. സത്യത്തിൽ മാധ്യമ പ്രവർത്തന രംഗത്തിന് തന്നെ ഒരു വലിയ നാണക്കേടും മാധ്യമ പ്രവർത്തന രംഗത്തെ ഒരു മാലിന്യവുമാണ് ഷാജൻ സ്കറിയ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നിർത്തുകയാണ്.